ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പുറത്ത് വെച്ചാണ് ഇന്ന് പാചകം ചെയ്യുന്നത്. പിന്നെ എന്നും നമ്മൾ അകത്ത് വെച്ച് തന്നെയല്ലയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വിചാരിച്ചു നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ഇന്ന് പുറത്ത് വെച്ചൊന്ന് പാചകം ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളൊരു മീൻ കറി ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചേ, ചട്ടി ചൂടായ എണ്ണ ഒഴിക്കുവാണേ. ഒരു അയലക്കറിയാണേ. അതിനകത്തോട്ട് എണ്ണ ചൂടായേ, കടുക് ഇടുവാണേ. കടുക് ഒന്ന് പൊട്ടട്ടെ. എന്നും നമ്മൾ അകത്ത് വെച്ചല്ലേ പാചകം ചെയ്യുന്നത്. ഇന്നൊന്ന് വിചാരിച്ച് പുറത്ത് വെച്ച് നമുക്കൊന്ന് ചെയ്യാമെന്ന്. കടുക് പൊട്ടാൻ തുടങ്ങിയേ. കടുക് പൊട്ടിയേ. ഇതിലോട്ടിടാൻ ചെയ്യാനായിട്ട് ഞാൻ പിന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. വഴറ്റാൻ പോവാണേ. അത് ആദ്യം ഉള്ളി ഇടുന്നേ. ഉള്ളി ഇട്ടു. ഇനി ഇഞ്ചി ഇടുക. അടുത്ത വെളുത്തുള്ളി, പച്ചമുളക് ഇട്ടേ. ഇതൊന്ന് വഴന്ന് വരട്ടെ. വഴന്ന് വരുന്നുണ്ട്. ശകലം കൂടെ ഒന്ന് വഴന്നാൽ മതി. എന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ഇടാം. പറയട്ടെ. പിന്നെ 2 സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി എടുത്തേക്കുന്നത്. 1 സ്പൂണ് മല്ലിപ്പൊടി ഇടുവാണേ. ചെറുതായിട്ട് ഇതൊന്ന് മൂക്കട്ടെ. വെള്ളം ഒഴിക്കുവാണേ. ഞാനിത് തേങ്ങ അരച്ചതാണേ. ഇതിലോട്ട് ചേർക്കുവാണേ. ഇതിലോട്ട് കുറച്ച് ഉലുവാപ്പൊടി ചേർക്കുന്നേ. ഉപ്പ് ചേർക്കുന്നേ. ഇനി മാങ്ങ. ഇത് 1 മാങ്ങ എടുത്തേക്കുന്നത്. 1 മാങ്ങ പൂർണ്ണമായിട്ട് എടുത്തിട്ടില്ല, നല്ല വിളഞ്ഞ മാങ്ങ. തേങ്ങയിൽ ഞാൻ ഉള്ളിയും മഞ്ഞപ്പൊടിയും അരച്ച് ചേർത്തുള്ളായിരുന്നു. നമ്മൾ പിന്നെ ബാക്കിയുള്ളതെല്ലാം വഴറ്റിയതല്ലയോ. ഇതിലോട്ട് ഇനി നമുക്ക് മീൻ പെറുക്കിയിടാമേ. ഞാൻ കറിവേപ്പില ഇടുവാണേ. ഞാൻ ആ വഴറ്റാൻ നേരത്ത് ഇട്ടില്ല, മറന്നുപോയി. ഇതിലോട്ട് മീൻ പെറുക്കി ഇടുവാണേ. മീനിട്ടെ. ഉപ്പൊക്കെ നമ്മൾ ഇട്ടായിരുന്നല്ലോ. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇത് വേറൊരു രീതിക്കാണ് ഞാൻ ഈ കറി വയ്ക്കുന്നത്. കുറച്ച് ഇതിൻ്റെ ചാറ് വറ്റണം. വറ്റിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. കുറച്ചുകൂടെ വറ്റാനുണ്ട്.
ഇച്ചിരി നേരമായി തിളച്ചിട്ടിത്. ഇത് കുറച്ചുകൂടെ വറ്റിയാൽ മതിയേ. കുറച്ച് ചാറൊക്കെ വേണം. നമ്മൾ കപ്പയൂടെ വേവിക്കുന്നുണ്ട്. മീൻ വറ്റിയിട്ടുണ്ടേ. ഇത്രയും വറ്റിയാൽ മതി. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. റെഡി ആയിട്ടുണ്ട്. വാങ്ങാൻ പോവാണേ. ഇനിയും കപ്പപ്പുഴുക്ക് തയ്യാറാക്കാൻ പോവാണേ. അതിന് ഞാൻ കപ്പ അടുപ്പത്ത് വെച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടേ. ഇനി അത് നിളച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇടുവാണേ. ബാക്കി അരയ്ക്കുന്നതിനകത്ത് നമ്മൾ ഇടുന്നുണ്ട്. ഇത് തിളക്കട്ടെ, നല്ലതായിട്ട് തിളയ്ക്കാറായി. കപ്പയ്ക്ക് അരയ്ക്കാനാണേ. അതിന് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മുറി അല്ല, അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. തേങ്ങ, ജീരകവും വെളുത്തുള്ളി അരയ്ക്കുക. പിന്നെ പച്ചമുളകും കൂടെ ചേർക്കാം. 4 പച്ചമുളക് കൂടെ ചേർക്കുന്നേ. ഇതൊന്ന് നമുക്ക് അരയ്ക്കാം. ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടെ ഇടാം. കപ്പയ്ക്കകത്ത് കപ്പ വേവിച്ചപ്പോൾ ഒരു ശകലം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നേ. ഹലോ കൂട്ടുകാരെ, കപ്പ വെന്തിട്ടുണ്ടേ. ഇനി അരപ്പ് ചേർക്കുവാണേ. അരപ്പ് ചേർത്തു. കറിവേപ്പില ചേർക്കുവാണേ. ഈ അരപ്പൊന്ന് ഒരാവി വരണം. ഒരാവി അരപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് വേകണം. ഒരാവി വരണേ. ആ ഒരാവി വന്നിട്ട് നമുക്കിത് ഇളക്കാം. ചെറുതായിട്ടൊരാവി വരട്ടെ. അത് മുറ്റത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നത്, അരപ്പ് ചേർക്കാനായിട്ട് ഇനി അകത്തെടുത്തുകൊണ്ട് വന്നതാണേ. ഇതാവി വന്നേ, ഇളക്കുവാണേ. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. നല്ലതായിട്ട് വേകുന്ന കപ്പയായിരിക്കണം. ഇത് ഇച്ചിരി കുറച്ചുകൂടെ വേവ് കുറവായിരുന്നു. നല്ലതായിട്ട് വേകുന്ന കപ്പയായിരിക്കണം. ഇത് കുറച്ച് വേകാൻ പാടായിരുന്നു. ചില കപ്പയൊക്കെ വേകാനായിട്ട് പാടാം. ഇത് അത്ര കുഴയുന്ന സൈസല്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വെന്ത് കിട്ടി. കുറച്ച് നേരം ഞാൻ ഇട്ട് വേവിച്ചായിരുന്നു. എല്ലാവരും ഇത് നല്ലതായിട്ട് കുഴഞ്ഞ് കിട്ടി കേട്ടോ. കുറച്ച് നേരം ഇട്ട് വേവിച്ചായിരുന്നു. നല്ലതായിട്ട് കുഴഞ്ഞ് കിട്ടി. നമ്മുടെ മീൻകറി ആണെന്നുണ്ടെങ്കിൽ ഞാൻ വഴറ്റിയതിന് ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ വഴറ്റി ചേർത്തല്ലോ. ചേർത്ത് കഴിഞ്ഞായിരുന്നു നമ്മൾ തേങ്ങ അരച്ചത് ചേർക്കേണ്ടത്. ഞാൻ പിന്നെ ആദ്യം അങ്ങ് വെള്ളം ഒഴിച്ചു പോയി. അത് കഴിഞ്ഞാൽ തേങ്ങ അരച്ചത് ചേർത്തത്. അത് നമ്മൾ ആ വഴറ്റിയതിന് ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ആ വഴറ്റിയതിനകത്തോട്ട് ഇട്ട് നമ്മൾ വഴറ്റണമായിരുന്നു. എന്നിട്ടാണ് വെള്ളം ഒഴിക്കേണ്ട. ഞാനത് വെള്ളം ഒഴിക്കുമല്ല, നമ്മൾ അരപ്പ് ചേർക്കേണ്ടത്. ഞാനാണെങ്കിൽ ആദ്യം വെള്ളം അങ്ങ് ഒഴിച്ചു പോയി. എൻ്റെ ശ്രദ്ധ ഇച്ചിരി ഒന്ന് വിട്ടുപോയതാണ്. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല മീൻകറി. പക്ഷേ ആ രീതി മീൻകറി വെച്ചാൽ അടിപൊളിയാണ്. നമുക്ക് എപ്പോഴും നമ്മൾ തേങ്ങ അല്ലാതെ തന്നെ അരച്ചും മുളകും മല്ലിപ്പൊടിയും വറുത്ത് തന്നെയായിട്ട് ചാറുകറി പോലെ മുളക് അരച്ച കറി പോലെ വയ്ക്കത്തില്ലേ? അങ്ങനെയും വെക്കുമല്ലോ. ഞാൻ പക്ഷേ ഇത് വേറൊരു രീതിക്കാണ് ഇത് ചെയ്തേക്കുന്നത്. ഇത് ഇങ്ങനെ ചെയ്താലും മീൻകറി ചെയ്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അത് കപ്പ റെഡി ആയിട്ടുണ്ടേ. ഇതാ മീൻകറി. ഇതുപോലെ ചെയ്ത് നല്ല മീൻകറി ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണേ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ വഴറ്റിയും ചേർത്തിട്ടുണ്ട്, തേങ്ങയും ചേർത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. കപ്പയും മീൻകറി നല്ല കോമ്പിനേഷനാണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ മീൻകറിയേ. അപ്പോൾ എല്ലാവരും കഴിക്കാൻ പാ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക് യു. എൻ്റെ ചാനലിൽ 1K സബ്സ്ക്രൈബറായി. എല്ലാവരും എന്നെ സഹായിച്ചിട്ടാണ് എനിക്ക് അത്ര ഇത് കിട്ടിയത്. എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവരും ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളൊരു കേക്ക് മേടിച്ചിട്ടുണ്ട്, അത് മുറിക്കാൻ പോവാം. എൻ്റെ
എൻ്റെ മീനാക്ഷിക്കുട്ടി ഇവിടെ നിൽപ്പുണ്ട്. അവളെ കൂടെ കാണിക്കാൻ പോകും. അവളെ ഇത്ര നാൾ മുഖം കാണിച്ചിട്ടില്ല. അവളാണ് എൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അവൾക്ക് ചിരി വരുന്നുണ്ട്. അവളെ കൂടെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുക. ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ കേക്ക് മുറിക്കുന്നത്. ഇതാ എൻ്റെ മീനാക്ഷി. അവൾക്ക് നാണമായിരുന്നു വരാനേ. അവളെ ഞാൻ പൊക്കിയെടുത്തോണ്ട് വന്ന് ഇരുത്തിയേക്കുവാ. അവളെ പിന്നെ വീഡിയോ എഡിറ്റൊക്കെ ചെയ്യുന്നത് കേട്ടോ. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ പിന്നെ എനിക്ക് 100 പേര് പോലും ആകുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ എന്തോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. ഇനി എന്നെ മുന്നോട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ കേക്ക് മുറിക്കട്ടെ. നിങ്ങൾക്കും വേണോ?